Good morning. Good morning. Good morning, Miss. അതെ, നമ്മുടെ രമ്യ ടീച്ചർക്ക് പെട്ടെന്ന് വയ്യാതായി. പെട്ടെന്നൊരു തളർക്കം പോലെ വന്നിട്ട് ടീച്ചറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കണേണ്. അപ്പോ അവരുടെ ടീച്ചർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കയറിയത് കേട്ടോ ക്ലാസ്സില്. Okay, Miss. ഞാൻ എവിടം വരെ എടുത്തു തന്നു നിങ്ങൾക്ക്? ടീച്ചറിന്റെ ക്ലാസ് എത്ര മണി വരെ ഉണ്ട് നിങ്ങൾക്ക്? ഹലോ, 12 തൊട്ട് 1 വരെ. എത്ര? 12 തൊട്ട് 1 വരെ. 12 തൊട്ട് 1 വരെ. ഇല്ല, 12 to 1 നേരത്തെ മതിയാ? 12 to 1 ടൈം വരണം. 12:12 പറഞ്ഞു. ഒരു 10-5 മിനിറ്റ് മുന്നേ നമുക്ക് അവസാനിച്ചാൽ ഞാൻ എവിടം വരെ എടുത്തു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എവിടെ വരാ എടുത്തന്നത്? അഡ്ജക്റ്റീവ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അഡ്ജക്റ്റീവ് അല്ലെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മളൊരു റിലേറ്റീവ് പ്രോനൗണ്ട് ഒരു 10 ക്വസ്റ്റ്യൻ ഇത് എഴുതിയിരുന്നോ? എഴുതിയാണ് ടീച്ചർ. എഴുതിയായിരുന്നു. ചെയ്തോ? ചെയ്തായിരുന്നു. ഇല്ലേ? ചെയ്തായിരുന്നു അല്ലേ? ശരി. അഡ്ജക്റ്റീവ്സിൽ എന്തൊക്കെയാ പറഞ്ഞത് ഞാനിപ്പോ? ഓർക്കണുണ്ടോ? പറഞ്ഞു ഞാൻ അഡ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞോ?
ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവും പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവും വരെ പറഞ്ഞു അല്ലേ? പ്രെഡിക്കേറ്റീവ് പറഞ്ഞോ? അത് പറഞ്ഞില്ല ടീച്ചർ. പറഞ്ഞില്ല അല്ലേ? അപ്പോ രണ്ട് തരത്തിലാണ്. ഇപ്പോ നമുക്ക് അഡ്ജക്റ്റീവിനെ രണ്ടായിട്ട് ഭാഗിക്കാം. ഒന്ന് ആട്രിബ്യൂട്ടീവ്, രണ്ടാമത്തത് പ്രെഡിക്കേറ്റീവ്. ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നൗണിന് മുന്നിലായിട്ടായിരിക്കും എന്ത് വരുന്നത്? അഡ്ജക്റ്റീവ് വരുന്നത്. ഓക്കെ, നൗണിന് മുന്നിലായിട്ടാണ് അഡ്ജക്റ്റീവ് വരുന്നത്. എക്സാമ്പിൾ ഒരെണ്ണം പറഞ്ഞേ. എക്സാമ്പിൾ ഒരെണ്ണം പറഞ്ഞേ ജാസ്മിൻ. റെഡ് റോസ് ഫ്ലവർ. റെഡ് റോസ് ഫ്ലവർ. അല്ലാതെ വേറൊരെണ്ണം പറഞ്ഞേ. പറഞ്ഞേ. തുഷാര മോഹൻ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ടോ തുഷാര മോഹൻ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു അല്ലെ? തുഷാര പറഞ്ഞോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഓക്കെ. ജിനു MG. രമ്യ പറഞ്ഞോളൂ. രമ്യ. ടീച്ചർ ബ്ലൂ സ്കൈ. ബ്ലൂ സ്കൈ. ബ്ലൂ സ്കൈ. വെരി ഗുഡ് അല്ലെ? ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ആട്രിബ്യൂട്ടീവ് പ്രോനൗണിന് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മള് പഠിക്കാൻ പോവാണ്? പ്രെഡിക്കേറ്റീവ് പ്രോനൗൺസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രെഡിക്കേറ്റീവ്. ഈ പ്രെഡിക്കേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാല് എന്താണ്? നൗണിന് പകരമായിട്ട് വെർബിനോട് ചേർത്തുകൊണ്ടാണ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണ് അല്ലെ? നാമത്തിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് നൗൺ യൂസ് adjective with the verb അല്ലേ? എന്ത് ചെയ്യുന്നു? എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അഡ്ജക്റ്റീവ് എന്തിനോട് ചേർത്ത് ഉപയോഗിക്കുന്നു? വെർബിനോട് ചേർത്തിട്ട്, ക്രിയാപദത്തോടെ അല്ലെ? ചിലപ്പോ ഹെൽപ്പിംഗ് വെർബ് ആയിരിക്കാം. ഇതിനോട് ചേർത്തുകൊണ്ടായിരിക്കും എന്ത്? നാമത്തിന് പകരമായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? എക്സാമ്പിള്, ഷാലി വാസ് ഫാറ്റ്. ഷാലി വാസ് ഫാറ്റ് അല്ലെ? ഇവിടെ ഷാലി എന്നുള്ളത് എന്താണ്? നൗണാണ് അല്ലെ? നൗണിന് എന്താണ്? എന്ത് വരുന്നു? ഈ വാസ് എന്നുള്ളതാണ് ഇവിടെ എന്ത് പറയുന്നത്? വെർബ്. അതിന് ഓക്സിലറി വെർബ് എന്നും കൂടി പറയാം അല്ലെ? വാസ് എന്ന്, ഈസ്, വാസ്, വേറൊക്കെ എന്താണ്? ഓക്സിലറീസ് ആണ് അല്ലെ? ഓക്സിലറി വെർബുകളല്ലേ? അപ്പോ ഈ വെർബിനോട് കൂടെ എന്ത് നമ്മൾ ചേർത്തു? അഡ്ജക്റ്റീവ് ചേർത്തു അല്ലെ? ണ്ടോ? അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. The shoes ഇതിനകത്ത് വെർബ് ഏതാണ്? വെർബ് ഏതാണ് ജാസ്മിൻ? are expensive. വെർബ് ഏതാണ്? The shoes. എന്താ? ഷൂ ആണോ? ഷൂ നൗൺ അല്ലേ? എക്സ്പെൻസീവ്. ഏതാണ്? എക്സ്പെൻസീവ് ഏതാണ്? അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. വില കൂടുതലാണ്, എക്സ്പെൻസീവ് ആണ് അല്ലെ? ഇവിടെ ഹെൽപ്പിംഗ് വെർബായിട്ട് വന്നിരിക്കുന്ന ഏതാണ്? അല്ലെ? അപ്പോ വെർബിനോട് ചേർത്ത് നമ്മള് അഡ്ജക്റ്റീവ് ചേർത്തിരിക്കുന്നു. ക്രിയാപദത്തോട് ചേർത്ത് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു.
ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രെഡിക്കേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഷീ ഈസ് ഹംഗ്രി. ഷീ ഈസ് ഹംഗ്രി അല്ലേ? അതില് ഷാരോൺ ഇതിനകത്ത് ഏതാണ് വെർബും ഇതിനകത്ത് ഏതാണ് അഡ്ജക്റ്റീവും? വെർബ് ഏതാ? ഈസ് അല്ലേ? അഡ്ജക്റ്റീവ് ഏതാ? ഹംഗ്രി. ഹംഗ്രി. വെരി ഗുഡ്. He is not friendly. ഇവിടെ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് എന്തെന്നാണ്? ആഡ്വർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, നൗൺ ആണോ, വെർബ് ആണോ? അഡ്ജക്റ്റീവ് ആണ്. ഇനി 8 ടൈപ്പാണ് അഡ്ജക്റ്റീവ് ഫോംസ് ഉള്ളത്. 8 ടൈപ്പ് ഉണ്ട്. അഡ്ജക്റ്റീവ് ക്വാളിറ്റി, adjective of quantity, adjective of number, demonstrative, interrogative, അടുത്തത് distributive, proper, possessive. മനസ്സിലായോ? എട്ട് ടൈപ്പ് എന്തുണ്ട്? അഡ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ? 8 ടൈപ്പ് അഡ്ജക്റ്റീവ്സിന് ഒന്നാമത്തെ ഏതാണ്? അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി അല്ലെ? അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ്. എന്താണ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുമ്പോഴാ? ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞു, എന്താണ് റോസ് ഫ്ലവർ അല്ലെ? ആ റോസ് ഫ്ലവറിന്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തു? റോസ് ഫ്ലവറിന്റെ ക്വാളിറ്റി ഓഫ് എ നൗൺ അല്ലെ? ഓർ പ്രോനൗൺ ആർ നോൺ ആസ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി അല്ലെ? ക്വാളിറ്റി ഓഫ് നൗൺ ഓർ പ്രോനൗൺ അല്ലെ? എന്തിന്റെ? നൗണിന്റെയോ പ്രോനൗണിന്റെയോ ക്വാളിറ്റിയാണ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോ അതില് ഗുഡ്, ബാഡ്, ബ്ലാക്ക്, റെഡ് അല്ലെ? എല്ലാ കളേഴ്സും ഒക്കെ റെഡ്, ഹംഗ്രി, ക്യൂട്ട്, പ്രിറ്റി, ഹാൻസം, tall, small, big, fat എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഏതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നു? ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? എന്തിനെ സൂചിപ്പിക്കുന്നു? That denotes a quality of that of a noun or a pronoun അല്ലെ? പ്രോനൗണിന്റെയോ നൗണിന്റെയോ ക്വാളിറ്റിയെ കാണിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് അല്ലെ? ഏതോ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. പറഞ്ഞ ഒരു എക്സാമ്പിള്, ഒരു സെന്റൻസ് പറഞ്ഞേ. ക്വാളിറ്റിയോട് കൂടി ഒരു എക്സാമ്പിൾ പറഞ്ഞേ. അതിന്റെ ക്വാളിറ്റി ആയിരിക്കണം. പറഞ്ഞോ? നിങ്ങളുടെ മുന്നിൽ അവിടെ ഇവിടെയൊക്കെ നോക്കിയാൽ തന്നെ അത് ഒരു ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ക്വാളിറ്റി ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാലോ. നിങ്ങളുടെ ചുറ്റൊന്ന് നോക്കൂ. ടീച്ചർ സ്വീറ്റ് എന്നുള്ള ഒരു ക്വാളിറ്റിയാണ്.
സ്വീറ്റ് ഒരു ക്വാളിറ്റി ആണോ? എന്ത് സ്വീറ്റ്? കേക്ക് സ്വീറ്റ് അത് ഒരു ക്വാളിറ്റി എന്നുള്ളത് ഒരു ലിങ്കിങ് വെർബായിട്ട് വരുള്ളൂ. ഒരു ലിങ്കിങ് വെർബായിട്ടാണ് ആ സ്വീറ്റ് എന്നത് വരികയുള്ളൂ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് ചേർത്തെന്ന് വെച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. പറഞ്ഞോളൂ. വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് വളരെ ഇതായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞോളൂ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഗുഡ് ബോയ്. എന്താണ്? പറഞ്ഞോ. ഹി ഈസ് എ ഗുഡ് ബോയ്. ഹി ഈസ് എ ഗുഡ് ബോയ്. അപ്പൊ ഇവിടെ ഏതാണ് ഇതിന്റെ ക്വാളിറ്റി? ഏതാണ്? ഗുഡ്. ഗുഡ് എന്നതാണ് ഇവിടുത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഐ സോ എ ഹംഗ്രി മാൻ, അല്ലേ? ഒരു വിശക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അപ്പൊ എങ്ങനെയുള്ളത് ക്വാളിറ്റിയാണ് ഇവിടെ ഉള്ളത്? എങ്ങനെയുള്ള മനുഷ്യനെയാണ് ഞാൻ കണ്ടത്? ഹംഗ്രി, വിശക്കുന്ന മനുഷ്യനെ. ദിസ് ഈസ് എ ഹെവി ബോക്സ്. എങ്ങനെയുള്ള ബോക്സ് ആണ് അവിടെ ഉള്ളത്? ഹെവി, അല്ലേ? മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് ഈ ക്വാളിറ്റി ഓഫ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത് മനസ്സിലായോ? മനസ്സിലായി. ഇനി അഡ്ജക്റ്റീവ് ഓഫ് അടുത്ത ഏതാ? ക്വാണ്ടിറ്റി ആണ്. അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റിയില് നമ്മൾ ഹൗ മച്ച്, അല്ലേ? ഹൗ മച്ച് എന്ന് വെച്ചാല് എന്താ? അളവുകൾ. അളവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി ആണ് ഇവിടെ. ഒരു ഏകദേശം അതിന്റെ ഒരു ക്വാണ്ടിറ്റി, അല്ലെ? ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് the word which describes the quality, അല്ലെ? ക്വാളിറ്റി അല്ല, ക്വാണ്ടിറ്റി ഓഫ് എ noun or pronoun, അല്ലെ? എന്തിന്റെ ക്വാണ്ടിറ്റി ആണ് ഇവിടെ കാണിക്കേണ്ടത്? ക്വാണ്ടിറ്റി ഓഫ് noun and pronoun. നേരത്തെ എന്താണ് ഇവിടെ ചേർത്തത്? ക്വാളിറ്റി ഓഫ് എ noun and pronoun ആണെങ്കിൽ ഇവിടെ നമ്മള് ക്വാണ്ടിറ്റി ഓഫ് noun and pronoun, കേട്ടോ? അത് ഏത് കണക്കിലാണ്? ഹൗ മച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഏകദേശം ഒരു രൂപത്തിലാണ് അത് വരികയുള്ളൂ. അതിൽ എന്തൊക്കെ വരാം? സം വരാം, ലിറ്റിൽ വരാം. ലിറ്റിലും ലിറ്റിലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒട്ടുമില്ല. ഏതാണ്? ലിറ്റിൽ ഒട്ടുമില്ല. ഓൾ മച്ച്, ഹോൾ, അല്ലെ? മുഴുവനും എന്നുള്ള അർത്ഥത്തില് ഹോൾ, ഡബിൾ, ഫ്യൂ, അല്ലെ? ഇതേപോലെ തന്നെയാണ് ഫ്യൂവും ഫ്യൂവും തമ്മിലുള്ള വ്യത്യാസം. ലിറ്റിൽ പോലെ തന്നെ ഹാഫ്, എനി, ഇതെല്ലാം തന്നെ എന്തിന് വരുന്നതാണ്? അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റിയിൽ വരുന്ന വാക്കുകളാണ്. ഈ വാക്കുകളൊക്കെ നമുക്ക് എന്തിൽ ഉപയോഗിക്കാം? അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഏതൊക്കെയാണ്? വായിക്കോ? ഹോൾ, double, few, half, any. ഇതൊക്കെ വരും, അല്ലെ? മെനി വരുമോ? മെനി വന്നത്, ഹൗ മെനി വന്നത് അടുത്തയില വരുള്ളൂ. അത് നമ്പേഴ്സ്. നമ്പർ എന്ന് പറഞ്ഞില്ലേ ഞാൻ? ആ നമ്പേഴ്സിന് നമുക്ക് എന്തായാലും മെനി എന്നത് ചേർക്കാൻ പറ്റുള്ളൂ, കേട്ടോ? ഇവിടെ ഹൗ മച്ചിൽ അത് വരില്ല, കേട്ടോ?
Yes, yes. I don't have much time, അല്ലേ? I don't have much time, അല്ലേ? അല്ലെങ്കിൽ I have taken half cup of milk. അല്ലേ? I have taken half cup of milk, അല്ലേ? ഇവിടെ how much എന്നുള്ളതാണ് എന്താണ്? I don't have എന്താണ്? much time, അല്ലേ? എനിക്ക് എന്ത് വേണ്ട? കൂടുതൽ ടൈം വേണ്ട എന്നുള്ളതാണ്, അല്ലേ? I don't have much time. അപ്പൊ ഇവിടെ ഏത് ക്വാണ്ടിറ്റി കാണിക്കുന്ന ഏതാണ്? ഏത് വേർഡാണ് കാണിക്കുന്നത്? Much. മച്ച്, അല്ലെ? ഇവിടെ ഏത് വേർഡാണ് ക്വാണ്ടിറ്റി കാണിക്കുന്നത്? Half. ഹാഫ്, അല്ലെ? ഇനി ഇവിടെ ഏത് വേർഡാണ് ക്വാണ്ടിറ്റി കാണിക്കുന്നത്? Little. ലിറ്റിൽ. വെരി ഗുഡ്. അപ്പോ ആ രണ്ടും ഇത് മനസ്സിലായല്ലോ? മനസ്സിലായോ? രണ്ടും Yes, teacher. മനസ്സിലായി? ആ, അപ്പോ ഒന്ന് ജാസ്മിൻ, ഒന്ന് ആദ്യം തൊട്ട് ഇപ്പൊ നമ്മള് എടുത്ത അഡ്ജക്റ്റീവ് മുതൽ ഒന്ന് പറഞ്ഞു നോക്കി. അഡ്ജക്റ്റീവിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞേ. എങ്ങനെയൊക്കെയാണ് അഡ്ജക്റ്റീവിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? പിന്നെ ഏതൊക്കെ തരത്തില്, എത്ര തരത്തില് അഡ്ജക്റ്റീവ്സ് ഉണ്ട്? എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഇതൊക്കെ ഒന്ന് പറഞ്ഞേ. Adjectives are classified into 8 types. Adjective of quality, adjective of quantity, adjective of numbers, adjective of demand. എന്താണ് അഡ്ജക്റ്റീവ്? ആദ്യം അഡ്ജക്റ്റീവ് എന്താണെന്ന് പറയൂ. അഡ്ജക്റ്റീവ് എന്താ? ഷാരോണെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അഡ്ജക്റ്റീവിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അല്ല, അഡ്ജക്റ്റീവ് എന്താണ്? ആദ്യം അഡ്ജക്റ്റീവ് എന്താന്ന് പറഞ്ഞോളൂ. Used instead of noun. ആ, അത് ശരിയാണ് ജാസ്മിൻ. ആ, For noun and pronoun. ആ, ഡിസ്ക്രൈബ് noun or modify a noun, അല്ലേ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി അഡ്ജക്റ്റീവിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? Attributive adjective and predicative adjective. ഓക്കെ. Attributive. ആ, പറഞ്ഞോ ജാസ്മിൻ. ആട്രിബ്യൂട്ടിൽ എങ്ങനെയാണ്? Used before noun. Noun മുന്നേ യൂസ് ചെയ്യുന്ന. നൗണിന് മുന്നേ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. നൗണിന് മുന്നേ ആയിരിക്കും അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്, അല്ലേ? എക്സാമ്പിൾ പറഞ്ഞു നോക്കിയേ. ബ്ലൂ സ്കൈ. ആ, ബ്ലൂ സ്കൈ. ഓക്കെ. ഇനി ഷാരോൺ, അടുത്ത ഏതാ? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. ആ, പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്, അല്ലേ? അതിനൊന്ന് പറഞ്ഞ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്താണ്? വെർബിനോട് ചേർന്നായിരിക്കും ഇത്. നാമത്തിന് പകരമായി ഉപയോഗിക്കുന്നതാണ്. നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന. ആ, നാമത്തിന് പകരം അല്ലെങ്കിൽ പ്രോനൗണിന് പകരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? ഈ പ്രെഡിക്കേറ്റീവ് പ്രോനൗൺ എവിടെ, അഡ്ജക്റ്റീവ് എവിടെയാ കാണുന്നത്? വെർബിനോട് ചേർന്ന്. അതെ, വെർബിനോട് ചേർന്നായിരിക്കും ആരെ കാണുന്നത്? പ്രെഡിക്കേറ്റീവ് പ്രോനൗണിനെ, അഡ്ജക്റ്റീവിനെ കാണുന്നത്. ഈ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. She is hungry.
She's ഉം. she's hungry. ഓക്കെ, എന്താണ് ഷീ ഈസ് ഹംഗ്രി അല്ലെ, ഷീ ഈസ് ഹംഗ്രി അല്ലെ, ഷി വാസ് വെരി ഫാറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രെഡിക്കേറ്റീവ് Predicative adjective. അല്ലെ. ഇനി ഞാൻ പറഞ്ഞു തുഷാര മോഹൻ Yes, teacher. 8 ടൈപ്പ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. 8 ടൈപ്പ് ഏതൊക്കെയാണ്? Adjective of quality, adjective of quantity, adjective of number, demonstrative adjective, interrogative, distributive, proper, possessive. ഓക്കെ, വെരി ഗുഡ്. രമ്യ, എന്താണ് adjective of quality or quantity? Quantity and quality. Adjective quality എന്ന് പറഞ്ഞാൽ quality of the noun or pronoun. അത് ഏതിലാ ചോദിക്കാറ് നമ്മള്? Good. ഹൗ മച്ച് എന്നാണ് അതിന്റെ റെഫറൻസ് വന്നത്, ഹൗ മച്ച് കേട്ടോ. adjective of quantityയുടെ ക്വാണ്ടിറ്റി. ഇനി adjective of quality എന്താണ്? Quality of the noun or pronoun. quality of the noun or pronoun. ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞ adjective quality. This is a heavy box. This is a heavy box. Quantity of I have little faith in God. thought. Okay, very good. അപ്പോ ഇത് രണ്ടും കഴിഞ്ഞു. ഇനി നമ്മള് adjective of noun എന്നതിനെ നമ്പർ എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. adjective of number അല്ലെ, അത് ഹൗ മെനി എന്നാണ് നമ്മള് ചോദിക്കാറ്. ഹൗ മെനി എന്നതിലാണ്. അതായത് എക്സാക്ട് നമ്പർ ഓഫ് നൗൺസ് ആൻഡ് പ്രോനൗൺസ്. എക്സാക്ട് നമ്പർ ഓഫ് നൗൺസ് ആൻഡ് പ്രോനൗൺസ്. and their positions. Or place in a certain order. Exact number of noun and pronoun. അല്ലെ, എക്സാക്ട് നമ്പേഴ്സ് ആയിരിക്കുള്ളൂ. ഏതിന്റെ നമ്പർ അല്ലെ, നോണിന്റെയും പ്രോനൗണിന്റെയും. ചിലപ്പോ ആൻഡ് പൊസിഷൻ, അവര് പൊസിഷൻ ഏതായിരിക്കും, 6th ആയിരിക്കും, 5th ആയിരിക്കും, അങ്ങനെയൊക്കെ ഒരു പൊസിഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഓർ പ്ലേസ് ഇൻ സർട്ടൻ ഓർഡർ അല്ലെ, അതിന്റെ അവരുടെ സ്ഥാനങ്ങള് സ്ഥാനം അനുസരിച്ച്. ഇതൊക്കെയാണ് എന്തിന് വരുന്നത്, ആക്റ്റീവ് അഡ്ജക്റ്റീവ് ഓഫ് നമ്പറില് വരുന്നത്. എന്താണ് വൺ അല്ലെങ്കിൽ ഫസ്റ്റ് എന്ന് പറയും അല്ലെ. ഒന്നാമത്തെ അല്ലെ, ഒന്നെന്നുള്ളതിന് നമ്മൾ എന്ത് നേർക്കാം, ഫസ്റ്റ് എന്ന് നേർക്കാം അല്ലെ. എന്താണ് രണ്ടാമത് എന്നുള്ളത് എന്ത് നേർക്കും, നമ്മള് സെക്കൻഡ് നേർക്കും അല്ലേ, ഇല്ലേ. അപ്പൊ 3 എന്ത് നേർക്കും നമ്മള്, Third. Third. തേർഡ് അല്ലെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊസിഷൻ കാണുന്നത്. അപ്പൊ ഇത് അതിന്റെ പൊസിഷൻ ആണ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറയുന്നത് അല്ലെ. ഇത് നമ്പേഴ്സിൽ വരും അല്ലെ. 1 2 എത്രാമത്തെ, ഹൗ മച്ച്, ഹൗ മെനി ഇതൊക്കെ ഉള്ളതില് വരും. ഇനി എന്താണ് അങ്ങനെ അല്ലെ. പിന്നെ ഈച്ച്, ഓരോന്നും എന്നൊക്കെ പറയുമ്പോൾ, നോ എന്ന് പറയുമ്പോഴും, സെവറൽ എന്ന് പറയുമ്പോഴും, പിന്നെ ഓൾ എന്ന് പറയുമ്പോഴും, സം എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഏതിലാണ് വരുന്നത്, അഡ്ജക്റ്റീവ് ഓഫ് നമ്പറിലാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഓക്കെ ആയോ? Yes, teacher.
അതായത് there are 9 persons in a group. There are 9 persons in a group. അല്ലേ? അവിടെ എത്ര പേഴ്സൺ ഉണ്ട്? 9 പേഴ്സൺ ഗ്രൂപ്പില് ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് എക്സാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെ? എക്സാക്ട് നമ്പർ എത്ര കൊടുത്തേക്കണത്? 9 അല്ലെ? എക്സാക്ട് നമ്പർ 9 എന്ന് കൊടുത്തു. ഇനി എവരി poor needs job. എവരി poor needs job അല്ലെ? അപ്പോ എന്ത് വന്നിട്ടുണ്ട്? എവരി എന്നുള്ള എന്താണ് ആ ഒരു അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ അവിടെ വന്നിട്ടുണ്ട് അല്ലെ? ഹൗ മെനി എന്നുള്ളതിന് എന്ത് വന്നിട്ടുണ്ട്? എവരി അല്ലെ? വന്നില്ലേ? There are no stories in this book. There are no stories in the book അല്ലെ? അപ്പൊ ഇവിടുത്തെ നമ്പർ ഏതാ? അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ഏതാ? No. നോ അല്ലെ? നോ സ്റ്റോറീസ് ഇല്ല എന്നർത്ഥത്തിലാണ് അത് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങള് Okay. ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ. adjective of number, adjective of quantity, quality ഒക്കെ എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിയേ. സംശയമൊന്നുമില്ലല്ലോ? No, teacher. Hello. മനസ്സിലായോ? ഇവിടെ എന്തെന്ന് കണ്ടെത്താനാണ് നിങ്ങൾ ഇതിന്റെ അഡ്ജക്റ്റീവ് ഫോംസ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞേക്കണേ. എക്സാമിന് ചോദിച്ച 2017 എക്സാം ദ ഹൗസ് വാസ് ഡാഷ് ബിൽഡിംഗ് ഇങ്ങനെ തന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാനായിട്ട് അറിയാൻ പറ്റണോ അല്ലെ? ഏതായിരിക്കും ആദ്യം വരേണ്ടത്, അതിനുശേഷം വീട്ടിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ അറിയേണ്ടി വരില്ലേ? അല്ലേ? ഫസ്റ്റ് നമ്മൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിറ്റർമിനർ ആയിരിക്കും വരുന്നത്. എന്താ ഡിറ്റർമിനർ എന്ന് പറയുന്നത്? ഡിറ്റർമിനർ എന്താ? ഡിറ്റർമിനർ എന്ന് പറയുന്നത് എന്താണ്? വിവരിക്കുന്നതാണ്.
ഡിറ്റർമിനർ ഓർ ആർട്ടിക്കിൾ ഇവിടെ എ ആൻഡ് ഇതൊക്കെയാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ഒപ്പീനിയൻ വേണം. നമ്മുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അത് നൈസ് ആണോ, അല്ലെങ്കിൽ ലവ്ലി ആണോ, അത് എന്താണ് പ്രെറ്റി ആണോ, ക്യൂട്ടാണോ എന്നുള്ളതൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ഒപ്പീനിയൻ നമ്മൾ കൊടുക്കണം. മൂന്നാമത് അതിന്റെ സൈസ് നോക്കണം, ഏത് സൈസിലാണെന്ന്. അത് കഴിഞ്ഞ് അതിന്റെ ഏജ് അവിടെ കൊടുത്തിട്ടുണ്ടോ, ഏജ് ഇതുണ്ടോ. ആറാമത്തേത് ഷേപ്പ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം അതിന്റെ ഓർഡർ വരുന്നത്, ഷേപ്പ്. ആറാമത്തേത് അതിന്റെ കളറാണ് കൊടുക്കാൻ പാടുള്ളൂ. ഏഴാമത് അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണെന്നുള്ളത്. എട്ടാമത് അത് ഏത് മെറ്റീരിയൽ ആണെന്നുള്ളത്, ഗോൾഡ് ആണോ സിൽവർ ആണോ അങ്ങനെയുള്ളതൊക്കെ. ഒമ്പതാമത്തേത് പർപ്പസ്, എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് എന്തിന് വരേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മള് ശ്രദ്ധിക്കേണ്ടത് അല്ലെ. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഷാരോൺ പറഞ്ഞത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ഫസ്റ്റ് എന്തുണ്ടോ നോക്കണം. ഒപ്പീനിയൻ. ഫസ്റ്റ് ഡിറ്റർമിനർ നോക്കണ്ടേ. ഡിറ്റർമിനർ. സെക്കൻഡ് ഒപ്പീനിയൻ, സൈസ്, ഏജ്, ഷേപ്പ്, കളറ്, ഓർഗെയിൻ, മെറ്റീരിയൽ, പർപ്പസ്. ഒറിജിൻ, മെറ്റീരിയൽ, പർപ്പസ്. ഇത്രയും കാര്യങ്ങള് അത് ഓർഡർ ആക്കുമ്പോ നമ്മള് എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം കേട്ടോ. DOSA എന്ത് വായിക്കാം, DOSA. D ഡിറ്റർമിനർ, ഒപ്പീനിയൻ, എസ് സൈസ്, എ ഏജ്, ദോശ അല്ലെ. ദോശ എന്തായിരിക്കും, എന്ത് ഉപയോഗിക്കാം, ദോശാസ് കമ്പനി എന്ന് വായിച്ചൂടെ നമുക്ക്, ഇല്ലേ. ദോശാസ് അല്ലെ, ഇത്രയും വരെയുണ്ട് അല്ലെ. DOSA ദോശാസ്. COMP കമ്പ് അല്ലെ, കോം അല്ലെ, കമ്പനി വരെ ANY, പിന്നെ നമ്മൾ അത് വിട്ട് കളഞ്ഞാൽ മതി. അപ്പൊ എന്തൊക്കെ വേണമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ പറഞ്ഞ ഇത് വെച്ചിട്ട് ഒന്ന് തുഷാര ഒന്ന് ഓർത്തേ, എന്തൊക്കെ വേണം. എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. തുഷാര ഫസ്റ്റ് എന്ത് വേണം, ദോശാസ് കമ്പനി അല്ലെ. ഫസ്റ്റ് എന്ത് വേണം, ഡിറ്റർമിനർ ഓർ ആർട്ടിക്കിൾ. ഡിറ്റർമിനർ അല്ലെങ്കിൽ ആർട്ടിക്കിൾ, അത് ഓർക്കാം. പിന്നെ എന്താണ്, ഒപ്പീനിയൻ. എന്താണ് ഞാൻ പറഞ്ഞത്, ഒപ്പീനിയൻ. ഒപ്പീനിയൻ. പിന്നെ സൈസ്, ഏജ് അല്ലെ. ഷേപ്പ്, കളർ, ഒറിജിൻ, മെറ്റീരിയൽ, പർപ്പസ്. അപ്പോ തന്നിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. എ നൈസ്, സ്റ്റോൺ, ഓൾഡ്. രണ്ടാമത്തെ എ നൈസ്, ഓൾഡ്, സ്റ്റോൺ. ഒന്ന് ആൻസർ ചെയ്ത് എല്ലാവരും ഒന്ന് ആൻസർ ചെയ്ത് നോക്കി. താഴേന്ന് പോകും കേട്ടോ. താഴേന്ന് ഓരോന്നോരോന്ന്
നോക്കി നോക്കി പോകും. 4ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം നോക്കൂ. അത് ഈ പറഞ്ഞ പോലെ ആദ്യം ഡിറ്റർമിനർ ആണോ കിടക്കുന്നത്? ഡിറ്റർമിനർ കഴിഞ്ഞിട്ട് എന്താണ്? പർപ്പസ് ആണോ? ഒപ്പീനിയൻ ആണോ വന്നിരിക്കുന്നത്? ആണോ? അല്ല. അല്ല. അപ്പൊ അതല്ല അല്ലെ, അത് നമ്മൾ മാറ്റിക്കളഞ്ഞു അല്ലെ. ഇനി അടുത്തത് നോക്കൂ. ഡിറ്റർമിനർ ആണോ ആദ്യം വന്നിരിക്കുന്നത്? അല്ല. അല്ല. അപ്പൊ അതും മാറ്റി അല്ലെ. ഇനി 1ഉം 2ഉം 1 നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ. നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കെ ഇതുപോലെ. നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ കേട്ടോ. എന്നിട്ട് ആൻസർ ഒന്ന് പറഞ്ഞു നോക്ക്. അത് വെച്ചിട്ട് ഡിറ്റർമിനർ, ഒപ്പീനിയൻ, സൈസ്, ഏജ്, ഷേപ്പ് ഇത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ കണ്ടെത്തുക. 2 മനസ്സിൽ വെച്ചോ. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. അതവിടെ മനസ്സിൽ വെക്കൂ. ശരിയാണോ തെറ്റാണോ ഞാൻ പറയാം. ബാക്കി 3 പേരും കൂടി കണ്ടുപിടിക്കൂ. ഒരാൾ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചെങ്കിലേ ആൻസർ എനിക്ക് തരൂ. സെക്കൻഡ്. സെക്കൻഡ്. ഷാരോൺ എന്ത് പറയുന്നു? സെക്കൻഡാ മിസ്സേ. സെക്കൻഡ്. സെക്കൻഡാ. എന്താ പറയൂ. ആദ്യത്തെ ക്വസ്റ്റ്യനില് ഡിറ്റർമിനർ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഒപ്പീനിയൻ ഉണ്ട് അല്ലെ. പിന്നെ വന്നിരിക്കുന്നത് എന്താണ്? ഷേപ്പ് ആണ് അല്ലെ. ഷേപ്പിന് മുന്നേ എന്താണ് കൊടുക്കേണ്ടത്? ഏജ് ആണ് കൊടുക്കേണ്ടത് അല്ലെ. ആ ഏജ് ലാസ്റ്റ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് അതല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? സെക്കൻഡ് 1 ആണ് കറക്റ്റ് അല്ലെ. ഇവിടെ ഡിറ്റർമിനർ ഉണ്ട്, ഒപ്പീനിയൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഏജ് ഉണ്ട്, അതിന്റെ ഷേപ്പ് ഉണ്ട്. സൈസ് ഇല്ല. സൈസ് കൊടുത്തിട്ടില്ല. ബിഗ് ആണോ സ്മോൾ ആണോ എന്നൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ? സെക്കൻഡ് ആണ് ആൻസർ. ഓക്കെ. ടീച്ചർ, സ്റ്റോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലേ? സ്റ്റോൺ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു എന്താണ്? ഏത് ഷേപ്പിലാണ് അല്ലെ. ഇപ്പൊ എന്താണ് ഷേപ്പ്? ഇപ്പൊ ആ ഷേപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റോൺ ആണോ അല്ലാതെ അത് തന്നാല് അങ്ങനെ എഴുതാം കേട്ടോ. വേറെ എന്തെങ്കിലും തന്നാലും അത് ഷേപ്പിന്റെ ഇതിൽ തന്നെയാണ് കേട്ടോ കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ കാണേണ്ടത്. ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യണം കേട്ടോ നിങ്ങള്. ഇതേ ഇതിൽ തന്നെ ഇത് സെന്റൻസ് ഫ്രെയിം ചെയ്യുക. ഫ്രെയിം ചെയ്തോളൂ. ഇത് വായിച്ചു നോക്കി. ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ആൻസർ കിട്ടിക്കഴിഞ്ഞാലൊന്ന് പറയണം കേട്ടോ. കിട്ടി ടീച്ചർ. കിട്ടിയോ? കഴിഞ്ഞോ? Yes, teacher.
എല്ലാവരുടെയും കഴിഞ്ഞോ? തുഷാര, Yes, teacher, കഴിഞ്ഞു. ഷാരോണെ കഴിഞ്ഞു മിസ്സേ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഒന്ന് വായിച്ചേ, എന്റെ ആൻസർ ഒന്ന് വായിച്ചേ തുഷാര. She is a lovely black British woman. She is a Lovely black British woman. ഇങ്ങനെ എല്ലാവരും എഴുതിയോ? കിട്ടിയ കിട്ടിയാ? കിട്ടി മിസ്സേ. ശരിയാണോ? എല്ലാവരും ശരിയാണോ? ജാസ്മിൻ കറക്റ്റ് ആണോ? Yes, teacher. ഏ Yes, teacher. തുഷാര Yes, teacher. കറക്റ്റ് ആണോ തുഷാര? Teacher, ഒന്നെങ്കിലും മെസ്സേജ് ഇട്ടോളൂ, അല്ലെങ്കിൽ മെസ്സേജ് ഇടൂ. നിങ്ങൾക്ക് മനസ്സിലാവണില്ല നിങ്ങൾ പറയണ എന്താണെന്ന്. യെസ് ആണോ നോ ആണോ? കറക്റ്റാ മിസ്സേ. She is a lovely. ആ ഷീ ഈസ് ലവ്ലി ബ്ലാക്ക് She is ബ്രിട്ടീഷ്. a lovely black British woman. ഏ ലവ്ലി ആണോ? ഏ ലവ്ലി എന്നുണ്ടോ? she is a lovely. ഷീ ഈസ് ഏ ലവ്ലി ഉണ്ട് കേട്ടോ. ഷീ ഈസ് എ ലവ്ലി. ഓക്കെ, ഷീ ഈസ് എ ലവ്ലി ബ്ലാക്ക് ബ്രിട്ടീഷ് വുമൺ. ഓക്കെ, ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. Teacher. കേട്ടോ? Okay, teacher. എന്നാലും ആരും ലീവ് ചെയ്ത് പോകണ്ട. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നേരത്തെ പഠിച്ചതിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ഒന്ന് ഇത് ചെയ്യാം. ഉണ്ടോ? സംശയമുണ്ടോ? No, teacher. എല്ലാവരും ഓക്കേനാ? Yes, teacher. Yes, teacher. അപ്പൊ എന്താണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്? എന്താണ് അപ്പൊ? ജാസ്മിനെ, ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്താണ്? ഫസ്റ്റ് ക്ലോസിൽ ഫസ്റ്റ് ക്ലോസ് ഉൾപ്പെടുന്നതാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഫസ്റ്റ് ക്ലോസിന് നമുക്ക് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയാം അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയണ കാര്യം എന്താണ്? കംപ്ലീഷൻ ഉണ്ട് സെന്റൻസിന്. സബ്ജക്ട് എസ് പ്ലസ് വി അതും അതിൽ കാണുമല്ലോ. ഇൻകംപ്ലീറ്റ് ഇതായിട്ടുള്ള എന്താണ് ഡിപെൻഡന്റിൽ കാണുമല്ലോ എസ് പ്ലസ് വി. ഒരു മീനിങ് ഉണ്ടാവും സെന്റൻസ്. മീനിങ് ഫുൾ ആയിരിക്കും അല്ലെ? പിന്നെ വേറൊരു കാര്യം എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യം എന്താണത്? മീനിങ് ഫുൾ ആയതുകൊണ്ടും പിന്നെന്താണ്? മീനിങ് ഫുൾ ആയതുകൊണ്ടാണ് അത് മെയിൻ ക്ലോസ് ആയത് അല്ലെ? ഒരു പ്രിൻസിപ്പൽ ക്ലോസ് ആയത്. ഇൻഡിപെൻഡന്റ് ആയത് എന്തുകൊണ്ടാണത്? കംപ്ലീഷൻ ഉണ്ട്. കംപ്ലീഷൻ, ദേ ക്യാൻ സ്റ്റാൻഡ് അലോൺ അല്ലെ? കംപ്ലീഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് എന്തിനുള്ള സാധിക്കുന്നുണ്ട്? ദേ സ്റ്റാൻഡ് അലോൺ അല്ലെ? അവയ്ക്ക് സ്വയം നിൽക്കാനുള്ളൊരു കഴിവുണ്ട് അല്ലെ? അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വിളിക്കുന്നത്.
ഇനി തുഷാര, ഈ ഇൻഡിപെൻഡന്റ് ക്ലോസിനെ പറയുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? അറിഞ്ഞൂടാ. ഇൻഡിപെൻഡന്റ് ക്ലോസിനെ പറയുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്ലോസ്, മെയിൻ ക്ലോസ്. പ്രിൻസിപ്പൽ ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. ഇനി രമ്യ, എന്താണ് ഇത് ഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്? സെക്കൻഡ് ക്ലോസിനാണ് ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുമല്ലോ അത്? സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ്. വെരി ഗുഡ്. ഇനി അഡ്ജക്റ്റീവ്സ് 8 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ജാസ്മിൻ? Adjective of quality, adjective of quantity, adjective of number, demonstrative, interrogative, distributive, proper and possessive. ഓക്കെ, കറക്റ്റ് ആണ്. തുഷാര, എന്താണ് റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് പറയുന്നത്? ഓർമ്മയുണ്ടോന്ന് അറിയട്ടെ. റെസിപ്രോക്കൽ പ്രോനൗൺ എന്താണ്? എന്താണ് റെസിപ്രോക്കൽ പ്രോനൗൺ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഇത് ഒരുപാട് നാളായിട്ട് ക്ലാസ് കേട്ടോ റെസിപ്രോക്കൽ പ്രോനൗണിന്റെ കഥ പറഞ്ഞിട്ട്. ആർക്കറിയാം? രമ്യക്കറിയാമോ? That express mutual relationship. ദാറ്റ് എക്സ്പ്രസ് മ്യൂച്വൽ റിലേഷൻഷിപ്പ് അല്ലെ? പരസ്പരമായിട്ടുള്ള മ്യൂച്വൽ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്, എന്തായിട്ട് റെസിപ്രോക്കൽ പ്രോനൗണിൽ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് അത് ഷാരോണെ? ഷാരോൺ, മിസ് ഏതൊക്കെയാണത്? each other, one other. Each other and one another അല്ലെ? Each otherന്റെ മീനിങ് എന്താണ് ഷാരോണെ? അന്യോന്യം. അന്യോന്യം അല്ലെ? one anotherോ? പരസ്പരം. പരസ്പരം അല്ലെ? മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ. ഇൻഡെഫിനിറ്റ് പ്രോനൗണിന്റെ പ്രത്യേകത എന്താണ് ജാസ്മിൻ? That are used for asking questions. ആസ്കിങ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇതിന്? 6 types ഉണ്ട്. whom, whose. അതാണോ? അത് റിലേറ്റീവ് ഒക്കെ അല്ലേ പറഞ്ഞത്? ഇൻഡെഫിനിറ്റ് പ്രോനൗണിൽ എന്താണ്? ഇന്ററോഗേറ്റീവ് അല്ലേ ചോദിച്ചു? ഇൻഡെഫിനിറ്റ്. Does not have a എന്തുണ്ടാവില്ല?
സ്പെസിഫിക് ഫെമിലിയർ റെഫറൻസ് അല്ലെ, ഒരു നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റെഫറൻസ് ഒന്നും എന്തിലുണ്ടാവില്ല, ഈ പറഞ്ഞ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ഉണ്ടാവില്ല അല്ലെ. ഹി കോൾഡ് someone അല്ലെ, ഹി കോൾഡ് someone അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആരെയോ വിളിച്ചു അല്ലെ. നമുക്കറിയോ ആരെയോ വിളിച്ചതെന്ന്? ഡെഫിനിറ്റ് ആണോ അത്? അല്ല അല്ലെ. അതിനെയാണ് ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത്, ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇനി മെനി വേർ ഇൻജേർഡ് അല്ലെ, മെനി വേർ ഇൻജേർഡ് എന്ന് പറഞ്ഞു അല്ലെ. ഈ മെനിയിൽ ആരൊക്കെ പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പറ്റോ? ഇല്ല അല്ലെ. അതിന് മാത്രം പറഞ്ഞിട്ടുള്ള മെനി വേർ ഇൻജേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതിലൊരു സ്പെസിഫിക്കേഷൻ അവിടെ ഇല്ല. ഐ സോ സമ്മൺ എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കേഷൻ ഉണ്ടോ അവിടെ? ആരെയോ കണ്ടു അല്ലെ. അപ്പൊ ആരെ കണ്ടു എന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ തുഷാര? തുഷാര പോയോ? സ്പെസിഫൈ ചെയ്യുന്നില്ല. ആരെ കണ്ടെന്നുള്ളതിന് ഒരു റെഫറൻസ് അവിടെ ഇല്ല അല്ലെ, ഒരു സ്പെസിഫിക്കേഷൻ അവിടെ ഇല്ല. അപ്പോ അതാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുന്നത്. എന്താണ് രമ്യ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്ന് വെച്ച് കഴിഞ്ഞാല്? To show or identify one or a number of a noun that may near the distance or time. അത് അകലെയാണോ അടുത്താണോ എന്നുള്ളത് നോക്കിയിട്ടാണ് അതിനെന്ത് ചെയ്യുന്നത്, ആ നമ്പർ ഓഫ് പ്രോനൗൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് അതിൽ വരുന്നത് ജാസ്മിൻ? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണിൽ വരുന്നത് ഏതൊക്കെയാണ്? അടുത്താണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? ദിസ് പറയും. ദിസ് പറയും അല്ലെ. അതിൽ അപ്പൊ ഒരുപാട് വസ്തുക്കൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ എന്ത് പറയും? ദീസ് എന്ന് പറയും അല്ലെ. ഇനി ഷാരോൺ അകലെയാണെങ്കിൽ എന്ത് പറയും? ഒരുപാട് അകലെയല്ലോ കേട്ടോ, അത് നമ്മുടെ കുറച്ചടുത്തായിട്ടുള്ള അകലെയാണെങ്കിൽ എന്താ പറയാ? അല്ലേ. ഒരുപാട് സംഭവങ്ങള് പുറത്തല്ലെങ്കിൽ എന്താ പറയാ? വെരി ഗുഡ്. എന്താണ് റിഫ്ലെക്സീവ് പ്രോനൗൺ? പറയൂ, റിഫ്ലെക്സീവ് പ്രോനൗൺ എന്താണ്? Action of the subject turns back to reflect upon the same subject. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ റിഫ്ലെക്സീവില്? ടേൺ ബാക്സ് ടു എന്തിനെ ചെയ്യുന്നു? എന്താണ് ആ സബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു? തിരിച്ചെന്ത് ചെയ്യുന്നു? ടേൺ ബാക്സ് ടു അല്ലെ, തിരിച്ചു വരുന്ന സബ്ജക്റ്റിലേക്ക്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ദ സബ്ജക്റ്റ് അല്ലെ, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് എന്തിന്റെ പ്രധാനത? റിഫ്ലെക്സീവ് പ്രോനൗണിന്റെ അല്ലെ. നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ പഠിച്ചിട്ടില്ലേ? റിഫ്ലെക്സ് ആക്ഷൻ എങ്ങനെയാണ്? ഏതെല്ലാം നാഡികൾ വഴി എവിടെയെല്ലാം ബ്രെയിനിലേക്ക് എത്തുന്നു? അല്ലെ, സംവേദ നാഡികളിലൂടെ, പ്രേരക നാഡികളിലൂടെയും സമ്മിശ്ര നാഡികളിലൂടെയും ഒക്കെ ആ ന്യൂറോൺസ് എന്താണ് ആ മെസ്സേജ് എന്ത് ചെയ്യുന്നു? ആ ഇലക്ട്രോണിക് മെസ്സേജ് അല്ലെ, ആ മെസ്സേജ് എവിടെ ചെല്ലുന്നു? ബ്രെയിനിലേക്ക് ചെല്ലുന്നു. ആ സന്ദേശം ബ്രെയിനിൽ എത്തുന്നുണ്ട് അല്ലെ. എന്നിട്ട് ആ ബ്രെയിനിൽ എത്തിയിട്ട് എവിടെയാണോ എന്താണ് കൈ പൊള്ളിയത്, കൈയാണ് പൊള്ളിയതെങ്കില് തിരിച്ചെന്ത് ചെയ്യുന്നു? ബ്രെയിനിൽ നിന്ന് മറ്റൊരു സന്ദേശം കൈകളിലേക്ക് എത്തുന്നു. അപ്പൊ അതാണ് ഒരു റിഫ്ലെക്സീവ് ആക്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെ നിൽക്കുന്ന സബ്ജക്റ്റിനെ എന്ത് ചെയ്യുക? തിരിച്ചൊന്ന് ടേൺസ് ബാക്ക് ടു ചെയ്യല്ലേ,
അതിനെ ടേസ്റ്റ് ബാക്ക് ചെയ്യുക. അല്ല എങ്കിൽ ആ സബ്ജക്റ്റിന് എന്ത് ചെയ്യാം? സബ്ജക്റ്റിൽ നിന്ന് വരുന്ന പ്രവൃത്തി എന്താണോ, വെർബ് എന്താണോ, അതിനെ ഒന്ന് എന്ത് ചെയ്യാം? അവിടെ എത്തിയിട്ട് അല്ലെ, ആ ചെയ്യുന്ന ആ ഇതിലെത്തിയിട്ട് അതിൽ നിന്നും തിരിച്ച് എന്തിനെ പ്രാധാന്യം കൊടുക്കുന്ന തരത്തില്, സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലായിരിക്കും വരിക. അല്ല എങ്കിൽ ആ സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുക എന്ന തരത്തില് ആയിരിക്കും. മനസ്സിലായോ ജാസ്മിൻ? ടീച്ചർ. അതിനൊരു ഉദാഹരണം പറഞ്ഞേ ജാസ്മിൻ. I did it myself. ഞാൻ പഠിപ്പിച്ചതാണ് അല്ലെ, ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് അല്ലെ, ഞാനത് ചെയ്തു അല്ലെ. അപ്പൊ ആ മൈസെൽഫ് ആണ് എന്ത് വന്നിരിക്കുന്നത്? ആ സബ്ജക്റ്റിനെ ട്രേസ് ബാക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി എംഫാറ്റിക് പ്രോനൗണിൽ എന്താ സംഭവിക്കുക? റിഫ്ലക്റ്റീവ് പ്രോനൗൺ എംഫാറ്റിക് പ്രോനൗൺ ആണ് അല്ലെ. എംഫാറ്റിക് പ്രോനൗണിൽ എന്ത് സംഭവിക്കുക? മൈസെൽഫ് എവിടെയാ കിടക്കുന്നത്? Last. ലാസ്റ്റ് എന്ന് പറയുമ്പോ ഏത് പ്ലേസ് ഏതാ? ഏത് പ്ലേസിലാ കിടക്കുന്നത്? എസ് പ്ലസ് വി പ്ലസ് ഓ അല്ലെ. അതാണ് ഒരു സെന്റൻസിന്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് അല്ലെ. ഏത് പ്ലേസ്? ഒബ്ജക്റ്റീവ് പ്ലേസിലാണ് കിടക്കുന്നത് അല്ലെ. അതെന്ത് ചെയ്യുന്നു? സബ്ജക്റ്റിലേക്കായിട്ട് വരുന്നു അല്ലെ. അപ്പോ ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഐ മൈസെൽഫ് എന്ന് എക്സാമ്പിൾ പറഞ്ഞില്ലേ ജാസ്മിൻ? അപ്പോ അവിടെ എന്ത് വരുന്നു? ഐ കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം? റിഫ്ലക്സീവ് പ്രോനൗൺ ചേർക്കണം അല്ലെ. ഏതാ നമ്മുടെ റിഫ്ലക്സീവ് പ്രോനൗൺ? അവിടെ ഐ വന്നപ്പോൾ മൈസെൽഫ് അല്ലെ. ആ മൈസെൽഫിനെ കൊണ്ടുവന്നു, സബ്ജക്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അല്ലെ. അപ്പൊ എന്ത് പറ്റി? മൈസെൽഫ് അല്ലെ. ഒന്നുകൂടി ഒന്ന് സബ്ജക്റ്റിന് ഊന്നൽ കൊടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്? എംഫാറ്റിക് പ്രോനൗണില് ചെയ്യുന്നത്. അതിനെയാണ് ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ സബ്ജക്റ്റിന്റെ പ്രാധാന്യം ഒന്നുകൂടി കൊടുത്തുകൊണ്ടാണ് എന്ത് റിഫ്ലക്സീവ് പ്രോനൗൺ നമ്മള് ഉപയോഗിച്ചത്. അതിനെയാണ് എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലോ. നമ്മള് ഇനി എന്താണ്, നമ്മള് ഈ സമയത്തല്ലേ ക്ലാസ് എടുത്ത് തുടങ്ങിയത്? 47 തുടങ്ങിയില്ലേ? നേരത്തെ തുടങ്ങിയില്ലേ ക്ലാസ്? ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. Okay, teacher. ഓക്കെ Thank you, teacher. ഓക്കെ.